ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് സെറ്റ് കെമിസ്ട്രിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഹാവിങ് എ മാസ് 10⁻³ kilogram is moving with a velocity 3.315 into 10⁻⁷ meter per second. The wavelength associated with the particle. അപ്പോൾ ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമ്മളോട് വേവ് ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് അല്ലേ നമുക്ക് കാണേണ്ടത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/mv എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാം. എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എല്ലാവർക്കും അറിയാമല്ലോ, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 6.626 ഇൻറ്റു 10⁻⁻34. മാസ് ഇവിടെ തന്നിരിക്കുന്നത് 10⁻⁻30 ആണ്. 10⁻⁻30 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി 3.315 ഇൻറ്റു 10⁻⁷. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓപ്ഷനിലേക്ക് ജസ്റ്റ് നോക്കുക. ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ 6.626/3.315 ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങളത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 6/3 എന്ന് പറയുമ്പോൾ ഏകദേശം 2ന്റെ റേഞ്ചിലായിരിക്കും ആൻസർ വരുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതൊന്നും അല്ല ആൻസർ എന്നൊരു ഐഡിയയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ 2 ഇൻറ്റു ഇനി നമുക്ക് അതിൻ്റെ പവർ വരുന്നത് നമുക്ക് -30 10⁻⁷ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും 10⁻⁻23 വരും അല്ലേ. അത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് 10⁻⁻34 ഇൻറ്റു 10⁻23. അപ്പോൾ എന്തായാലും 10⁻⁻11 തന്നെയാണ് പവർ. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻11 എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്ത് കാണാനുള്ളത് ലാംഡ ഈക്വൽ ടു h/mv. ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാനായിട്ട് മറ്റൊരു ഇക്വേഷൻ യൂസ് ചെയ്തും വരാറുണ്ട്, h/√2mEv എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജ് തന്നുകൊണ്ട്, വെലോസിറ്റിക്ക് പകരം വോൾട്ടേജ് തന്നുകൊണ്ട് നമുക്ക് ലാംഡ കാണാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ മൊമെൻറ്റം തന്നിട്ട് ലാംഡ ഈക്വൽ ടു h/p. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നും ഇരുന്ന് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് നോക്കി ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് 0 > x, എക്സ് എയ്ക്കും 0യ്ക്കും എയ്ക്കും ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. ലിമിറ്റ് വന്നിരിക്കുന്നത് 0യ്ക്കും എയ്ക്കും ഇടയിലാണ്. അപ്പോൾ അവിടെ നോർമലൈസിങ് കോൺസ്റ്റന്റ് എയുടെ വാല്യൂ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നോർമലൈസിങ് കോൺസ്റ്റന്റ് എയുടെ വാല്യൂ കാണാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫംഗ്ഷനായിട്ട് തന്നിരിക്കുന്നത് psi ഈക്വൽ ടു a e⁻⁻⁰ എന്നുള്ളതാണ്. എന്നിട്ട് നോർമലൈസിങ് കോൺസ്റ്റന്റ് കാണാൻ. അപ്പം നമുക്ക് അതിൻ്റെ നോർമലൈസേഷൻ വരുന്ന ആ ഒരു ഏതൊരു കണ്ടീഷനിലാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ. വേവ് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് psi ഈക്വൽ ടു a e⁻⁻⁰ എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് നോർമലൈസേഷൻ ആവുന്നത് കണ്ടീഷൻ എന്ന് പറയുന്നത് psi² dx ഈക്വൽ ടു 1 വരുന്ന കേസിലാണ്. psi² dx ഈക്വൽ ടു 1. അപ്പം എ എന്ന് പറയുന്നതാണ് അവിടുത്തെ നോർമലൈസിങ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് നമുക്ക് എയുടെ വാല്യൂ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, psi² dx ഈക്വൽ ടു 1. അപ്പോൾ സൈക്ക് പകരം നമുക്ക് a e⁻⁻⁰ ഇൻറ്റു a e⁻⁻⁰ എന്ന് ഇട്ട് കൊടുക്കാം. psi² എന്ന് പറയുമ്പോൾ നമ്മൾ a e⁻⁻⁰ ഇൻറ്റു a e⁻⁻⁰ എന്ന് ഇട്ട് കൊടുക്കണം. അപ്പം a2 വന്നിട്ടുണ്ട് അല്ലേ. അപ്പം a ഇൻറ്റു a² ആകും. e⁻⁻⁰ ഇൻറ്റു e⁻⁻⁰ എന്ന് പറയുമ്പോൾ e⁻0 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇൻ്റഗ്രൽ a² dx ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇൻ്റഗ്രൽ a² dx ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ഇനി അതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് എന്താണ്,
നമുക്ക് അതിൽ നിന്നും കാണേണ്ടത് എയുടെ വാല്യൂ ആണ്. അപ്പോൾ അതിൽ എയുടെ വാല്യൂ കാണാനായിട്ട് എ സ്ക്വയർ ഇൻ്റഗ്രൽ എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്? എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ്. ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണ്. ടു ദ ലിമിറ്റ് 0 to a. 0 to a ലിമിറ്റിലാണ് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇവിടെ എ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത് അല്ലേ? അപ്പം നമുക്ക് എക്സിന് 0 to a ആണ് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എക്സിന് 0 to a ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് a ഈക്വൽ ടു 1/√a എന്ന് കിട്ടും. ക്യാപിറ്റൽ എയുടെ വാല്യൂ എന്ത് കിട്ടി? a ഈക്വൽ ടു 1/√a. അതാണ് നമ്മുടെ ഓപ്ഷനിൽ വാല്യൂ നമുക്ക് കിട്ടി. a ഈക്വൽ ടു 1/√a എന്നുള്ളത്. അപ്പം ഈ ഒരു ടൈപ്പിൽ ഉള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ക്യൂബിക് ബോക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജീസ് റെപ്രസെന്റ് എ ഡീജനറേറ്റ് ലെവൽ. അപ്പോൾ എനർജി വെച്ചിട്ടുള്ള പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എനർജി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോൺ ഡീജനറേറ്റ് എനർജി ലെവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ഡീജനറേറ്റ് എന്ന് പറയുന്ന ടേമിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കേണ്ട ഒരു കാര്യം, ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയിൽ അവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം നോൺ ഡീജനറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ എനർജി ലെവല് ഒരേപോലെ വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് പാർട്ടിക്കിളിനെ ക്യൂബിക് ബോക്സിലെ എനർജി കാണാൻ അങ്ങനെയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാർട്ടിക്കിൾ ഇൻ എ ക്യൂബിക് ബോക്സ്, ഒരു ക്യൂബിക് ബോക്സിലെ എനർജി കാണാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി ഈ ഇക്വേഷൻ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 8ma² ഇൻറ്റു nx² പ്ലസ് ny² പ്ലസ് nz². മനസ്സിലായോ? അപ്പം ഇ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 8ma² ഇൻറ്റു nx² പ്ലസ് ny² പ്ലസ് nz² എന്ന് പറയുന്നതാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് എച്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ് എച്ച് എന്ന് പറയുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. എ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ബോക്സ്. ആ ഒരു ബോക്സിന്റെ ഒരു സൈഡിന്റെ ലെങ്തിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത്. nx ny nz എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഡയറക്ഷനിൽ വരുന്ന ആ ഒരു ക്വാണ്ടം നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നമ്മുടെ എനർജി ലെവലിലെ ആ ഒരു എനർജി ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് വൈ ഇസഡ് ഡയറക്ഷനിൽ വരുന്നത്. അതാണ് nx ny nz എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ ഡീജനറേറ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ എനർജീസ് യുണീക്ക് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അനുസരിച്ചിട്ട് ഏതായിരിക്കും വരിക എന്ന് നമുക്ക് നോക്കാം. അതായത് n² പ്ലസ് ny² പ്ലസ് nz². അതിൽ മാത്രമാണല്ലേ മാറ്റം വരുന്നത്. അപ്പം അത്രയും ആഡ് ചെയ്യുന്ന സമയത്ത് ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വരും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നോക്കാം. അപ്പം നോൺ ഡീജനറേറ്റ് എനർജി ലെവൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് nx ഈക്വൽ ടു ny ഈക്വൽ ടു nz എല്ലാത്തിനും ഒരേ വാല്യൂ ആയിരിക്കും. അപ്പം നമുക്കൊന്ന് 2 ഇട്ട് കൊടുത്താലോ? 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2² പ്ലസ് 2² പ്ലസ് 2² എന്ന് വരും അല്ലേ? അപ്പോൾ 4 × 3 4 × 3 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ ഇതിൽ 12h² ബൈ 8ma². അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് ആവത്തില്ല. കാരണം ഇവിടെ നമുക്ക് 2 ഇട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് 12h² ബൈ 8ma² എന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമാണ് ഇവിടെ നോൺ ഡീജനറേറ്റ് ലെവലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 12h² ബൈ 8ma². അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ ഏറ്റവും വൃത്തിയായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പല രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ ഡീജനറസി കാണാനായിട്ട് ചോദിക്കാം. നമുക്കിത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഡീജനറസി കാണാനായിട്ട് ചോദിക്കാം. അപ്പോൾ ആ ഡീജനറസി കാണാനായിട്ട് ചോദിച്ചാലും ഈ രീതിയിൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും എനർജി ആ ഒരു രീതിയിലൊക്കെ എനർജിയുടെ ഇക്വേഷൻ എന്ന രീതിയിലും ഒക്കെ ചോദിക്കുന്നതാണ്.
അപ്പോൾ ഈ ഓപ്ഷൻസും ഈ ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് കെമിസ്ട്രിയിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 120 ഡേയ്സിൻ്റെ ഒരു ബാച്ചിൽ നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ആ ഒരു ബാച്ചിൽ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പോടുകൂടി തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അടുത്ത ജൂലൈയിൽ വരുന്ന സെറ്റ് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയും. അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. താങ്ക് യു.